തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടെന്ന് യു.ഡി.എഫ്. പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ എൽ.ഡി.എഫ്. തീരുമാനം വ്യക്തമാക്കട്ടെ എന്നാണ് യു.ഡി.എഫ്. നിലപാട്. ഭരണസ്തംഭനം ആരോപിച്ച് മുന്നണികൾ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ ജയിലിലുള്ള ആർ. സുഗതനെ തിരികെ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭയിലെ നിർണായക കൗൺസിൽ യോഗം 29-ന് ചേരാനിരിക്കെ മുന്നണി നീക്കങ്ങളിൽ ആകാംക്ഷ. യു.ഡി.എഫ്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമോ എന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് എൽ.ഡി.എഫ്. തുടർ നീക്കങ്ങൾ തീരുമാനിക്കാൻ ഇന്ന് യു.ഡി.എഫ്. കൗൺസിലർമാർ യോഗം ചേരും. നഗരസഭാ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ ടൂളായ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്ന യു.ഡി.എഫ്. പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചതായി കെ. ശബരിനാഥൻ അറിയിച്ചു. ആകെ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവരുടെ ഓട്ടം സുഗതനെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പൊതുജനം അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് ഭരണഘടനാ പ്രകാരം, കേരള മുനിസിപ്പൽ ചട്ടം പ്രകാരം പ്രതിപക്ഷത്തിനുള്ള ഒരായുധമാണ് ഈ പറഞ്ഞ അവിശ്വാസ പ്രമേയം. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം കോർപ്പറേഷന് തെറ്റുകൾ പറഞ്ഞ് അവർ ഇനി ഭരിക്കുക തുടരുകയാണെങ്കിൽ തെറ്റ് തിരുത്താനുള്ള പ്രക്രിയ കൂടിയാണ്. അപ്പം അതിനുള്ള ഒരു മുൻകൈയാണ് നമ്മൾ എടുക്കുന്നത്. അതേസമയം അവിശ്വാസത്തെയും സമരത്തെയും നേരിടാൻ ബി.ജെ.പിയും കരുക്കൾ നീക്കി തുടങ്ങി. സുഗതനെ കാപ്പയിൽ ഇളവ് വരുത്തി തിരികെ എത്തിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് നേതൃത്വം. നിലവിലെ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ സ്വതന്ത്രന്റെ തീരുമാനങ്ങളും നിർണായകമാകും. എന്നാൽ എൻ.ഡി.എക്കൊപ്പം തന്നെ താൻ ഉറച്ചു നിൽക്കുമെന്നാണ് പാറ്റൂരിൽ നിന്ന് വിജയിച്ച കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണന്റെ നിലപാട്. എൻ്റെ ഒരു സ്റ്റാൻഡിൽ നിലപാടിൽ ഒരു മാറ്റവുമില്ല, ഈ നിമിഷം വരെയുമില്ല. കാരണം ഇനി ആരെങ്കിലും അയോഗ്യനാക്കിയാൽ പോലും പിന്നെ അപ്പുറത്ത് ഭൂരിപക്ഷം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഉറപ്പ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാറാത്തത് മാറുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർക്ക് നഗരസഭയിലെ മാലിന്യ പ്രശ്നം പോലും ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.